സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഫൈനലി നമ്മുടെ ഇറ്റിൻ്റെ പ്രീക്വലായിട്ട് വന്നിട്ടുള്ള ഇറ്റ് വെൽക്കം ടു ഡെറി എന്ന് പറയുന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഫൈനലി പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു എപ്പിസോഡിനെ പറ്റി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എപ്പിസോഡ് തന്നെയായിട്ടാണ്, അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് സ്റ്റാർട്ടിങ് തന്നെയാണ് ഈ ഒരു എപ്പിസോഡിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണലി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഹൈപ്പിനെ എക്സീഡ് ചെയ്യുക തന്നെയായിരുന്നു ഈ ഒരു സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി നല്ല രീതിക്ക് ഫസ്റ്റ് എപ്പിസോഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വലിയൊരു ക്ലിഫ് ഹാങ്ങറിൽ തന്നെയാണ് ഈ ഒരു എപ്പിസോഡ് അവർ കൊണ്ടുപോയി എൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും നമ്മൾ ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു ബ്രേക്ക് ഡൗൺ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോട്ട് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എപ്പിസോഡ് 1ൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 1962 ആ ഒരു ഡെറി ടൗൺ ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് മാറ്റി എന്ന് പറയുന്ന ഒരു ചെറുക്കനാണെങ്കിൽ ഒരു തിയേറ്ററിൻ്റെ അകത്ത് ഒളിഞ്ഞിരുന്ന ഒരു പടം കാണുന്നതായിട്ടാണ്, ഒരു മ്യൂസിക്കൽ ഫിലിം കാണുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ടിക്കറ്റും കാര്യങ്ങളും ഇല്ലാതെ ഒളിഞ്ഞു വന്നാണ് അവിടെ ആ ഒരു പടം കാണുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ചെറുക്കൻ കണ്ടോണ്ടിരിക്കുന്ന പടമാണെങ്കിൽ ഒരു മ്യൂസിക് മാൻ എന്നാണ് ആ പടത്തിൻ്റെ പേര്. അപ്പോൾ ഇത് ബേസിക്കലി ഒരു ഈസ്റ്റർ എഗ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു മൂവിക്കകത്താണെങ്കിൽ ഒരു മ്യൂസിക് മാനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ അവിടെ ആ ഒരു പടത്തിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ യഥാർത്ഥത്തിലെ ഐഡൻറ്റിറ്റി മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക്കലി നമ്മുടെ പെന്നി വൈസ് ചെയ്യുന്ന കാര്യം ഈ ഒരു സെയിം കാര്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് കൈൻഡ് ഓഫ് ഈസ്റ്റർ എഗ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ പടം കണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അവിടെ ആ തിയേറ്ററിൻ്റെ മാനേജർ വരികയും അതിനുശേഷം അവിടെ മാറ്റീനെ കണ്ടുപിടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാറ്റി ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു തിയേറ്ററിൽ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് സിനിമ കാണാൻ വരും. അപ്പോൾ അങ്ങനെ ഈ സമയത്ത് നമ്മുടെ ആ ഒരു മാനേജർ അവിടെ മാറ്റിയെ പൊക്കുകയാണ്, കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ മാനേജറിൻ്റെ മുന്നിൽ പെടാതെ, മാനേജറിൻ്റെ കൈ പെടാതെ അവിടെ നിന്ന് നമ്മുടെ മാത്യു ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ അതിനുശേഷം തിയേറ്ററിൻ്റെ പുറത്തേക്ക് വന്നതിന് ശേഷം അവിടെ ഒരു പോസ്റ്ററിൽ, ഒരു മൂവി പോസ്റ്ററിൻ്റെ പുറകിലായിട്ട് നമ്മുടെ മാത്യു ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ മാത്യു ആണെങ്കിൽ റോണി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിനെ കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മാനേജർ പുറത്തേക്ക് വരികയും അവിടെ മാനേജറാണെങ്കിൽ ആ ഒരു മൂവി തിയേറ്ററിൻ്റെ പ്രൊജക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഹാങ്ക് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനെ അവിടെ കാണുകയാണ്. അതിനുശേഷം ആ ഹാങ്കിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ആ ചെറുക്കൻ എങ്ങോട്ടോ ഓടിപ്പോയത് എന്നുള്ളൊരു കാര്യം, ഇതേപോലെ ഒരു ചെറുക്കനെ കണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാങ്കിൻ്റെ അടുത്ത് അവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ മാനേജർ ഹാങ്കിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ മാറ്റിയെ പിടിക്കാൻ വേണ്ടി വന്നതാണ്, അപ്പോൾ ഇതേപോലെ എല്ലാ പ്രാവശ്യവും ഒളിച്ച് വന്ന് പടം കാണാറുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഹാങ്ക് അവിടെ മാനേജറിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ആ ചെറുക്കൻ ഒരു പാവമാണ്, അവന് ഒത്തിരി ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുകയാണ്, അവന് വെറുതെ വിട്ടേക്കുന്നൊക്കെ മാനേജറിൻ്റെ അടുത്ത് പറയുകയാണ്. അതേസമയം മാനേജറാണെങ്കിൽ മാറ്റിയെ പിടിച്ചേ അടങ്ങും എന്നുള്ള വാശിയിൽ. അപ്പോൾ അവിടെ റോണിയുടെ അടുത്ത് പിന്നെ വന്ന് നമ്മുടെ മാനേജർ ചോദിക്കുകയാണ്, ഇതേപോലെ ഈ ചെറുക്കനെ കണ്ടോ എന്ന്. അപ്പോൾ അവിടെ റോണി പറയുകയാണ്, അവൻ കണ്ടായിരുന്നു, അവൻ വേറെ മറ്റേ വഴിയാണ് പോയതെന്ന് പറഞ്ഞ് വേറൊരു ഡയറക്ഷൻ അവിടെ മാനേജറിനെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാപിറ്റൽ തിയേറ്റർ എന്നാണ് അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സെയിം തിയേറ്റർ തന്നെ നമുക്ക് ഇറ്റിൻ്റെ മൂവിക്കകത്തും കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലൂസേഴ്സ് ക്ലബിൻ്റെ ഒരു അംഗമായിട്ടുള്ള റിച്ചി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ആണെങ്കിൽ ഈ തിയേറ്ററിൽ വരുന്നതായിട്ട് ഇറ്റ് മൂവിയിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം മാനേജർ ആണെങ്കിൽ അവിടെ മാറ്റിയെ തപ്പി നമ്മുടെ റോണി പറഞ്ഞ ഡയറക്ഷനിലേക്ക് പോവുകയാണ്. അതേസമയം തന്നെ അവിടുന്ന് നമ്മുടെ മാറ്റി ആണെങ്കിൽ ആ ഒരു പോസ്റ്ററിൻ്റെ പുറകെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ആ ഒരു സമയം നമ്മുടെ മാനേജർ അവിടെ മാറ്റിയെ കാണുകയാണ്, എന്നിട്ട് മാറ്റിയുടെ പുറകെ ഓടുകയാണ്. അപ്പോൾ അങ്ങനെ അവിടെ മാറ്റി ആണെങ്കിൽ അവിടെ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അപ്പോൾ ഇവിടെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു മാനേജർ ആണെങ്കിൽ മാറ്റി അവിടെ ക്ഷമിച്ച് വിടേണ്ട ഒരു കാര്യം ഇത് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ ഈ ഒരു ഹിറ്റ് മൂവികളിലൊക്കെ നോക്കിയാൽ തന്നെയാണെങ്കിൽ ഈ ഡെറിയിലുള്ള ആൾക്കാരെല്ലാം തന്നെ ഇങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാറ്റി ആണെങ്കിൽ തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ആ ഒരു ഡെറി എന്ന് പറയുന്ന ടൗൺ മൊത്തത്തിൽ തന്നെ നമ്മുടെ മാറ്റിക്ക് അവിടെ വെറുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാറ്റി ആണെങ്കിൽ അവിടെ ഡെറി ടൗൺ വിട്ട് വെളിയിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റി ഇവിടെ നടന്നു പോകുന്ന സമയത്ത് ഒരു ട്രക്ക് പോലത്തുള്ള ഒരു സംഭവം അവിടെ വരികയാണ്. അപ്പോൾ അവിടെ നമ്മുടെ മാറ്റി ആണെങ്കിൽ അതിന് ലിഫ്റ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പോലും ആ വണ്ടി അവിടെ നിർത്തുന്നില്ല. അപ്പോൾ അങ്ങനെ മാറ്റി നടന്നാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡെറിയുടെ ആ ഒരു ബോർഡറിൻ്റെ അവിടെ എത്തുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ വലിയ സൈനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, വെൽക്കം ടു ഡെറി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു വെൽക്കം ടു ഡെറി ആ ബോർഡിൽ നോക്കുകയാണെങ്കിൽ അവിടെ പോൾ ബനിയൻ്റെ ഒരു റെഫറൻസും വെച്ചേക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നീട് അതിനുശേഷം നമ്മുടെ മാറ്റി ആണെങ്കിൽ മറ്റൊരു കാറിന് ലിഫ്റ്റ് കാണിക്കുകയാണ്. അതേസമയം ആ കാർ അവിടെ കൊണ്ടുവന്ന് മാറ്റിയുടെ ഫ്രണ്ടിൽ നിർത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കാറിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്കൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിയും പുള്ളിക്കാരിയുടെ ഹസ്ബൻഡിനെയും അതുപോലെ തന്നെ അവരുടെ 2 മക്കളെയും കാണാൻ സാധിക്കും, ഒരു പെണ്ണും ഒരാണും. അപ്പോൾ അവിടെ ആ പ്രഗ്നൻ്റ് ലേഡി നമ്മുടെ മാറ്റിയോട് പറയുന്നുണ്ട്, അവർ പോർട്ടൻറ്റിലേക്കാണ് പോകുന്നത്, വേണമെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അവിടെ നമ്മുടെ മാറ്റി അവിടെ യെസ്സും പറയുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം മാത്യു ആ കാറിൻ്റെ അകത്ത് കയറുകയും ആ ഒരു സമയത്ത് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഫാമിലി ഭയങ്കര നോർമലായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അവിടെ. അപ്പോൾ കാറിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു പെങ്കൊച്ചാണെങ്കിൽ ഒരു ലിവറിൻ്റെ ബോക്സ്, അതായത് ഈ ഹ്യൂമൻ ലിവർ ഇരിക്കുന്ന ഒരു ബോക്സ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് കൈ ഇട്ടിട്ട് ആ ബ്ലഡ് എടുത്ത് മണപ്പിക്കുകയും അതിനുശേഷം മാറ്റിയുടെ മൂക്കിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്.
അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആ കൊച്ചു ചെറുക്കനാണ് ആ കാറിലുണ്ടായിരുന്ന കൊച്ചു ചെറുക്കനാണെങ്കി ഇതേപോലെ സ്പെല്ലിങ്ങും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സ്പെല്ല് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സ് എല്ലാം തന്നെ കുറച്ച് വിയേർഡായിട്ട് അവിടെ ബിഹേവ് ചെയ്യുകയാണ്. അപ്പൊ പിന്നീട് നമ്മുടെ മാറ്റി നോട്ടീസ് ചെയ്യുകയാണ്. അതായത് ഇവര് കാർ ഓടിച്ച് ലാസ്റ്റ് പിന്നെ ഡെറി എന്ന ടൗണിന്റെ അകത്തേക്ക് തന്നെ തിരിച്ച് വീണ്ടും പോകുന്നതായിട്ട് നമ്മുടെ മാറ്റി നോട്ടീസ് ചെയ്യുകയാണ്. അപ്പൊ അവര് പൊക്കോണ്ടിരുന്ന ആ ഒരു കാറാണെങ്കിൽ എവിടെയും ടേണും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ അവര് തിരിച്ച് ഡെറിയിലേക്ക് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. പെന്നിവൈസിന്റെ തന്നെ ഒരു ലൂപ്പാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അവിടെ. അതിനുശേഷം നമ്മുടെ മാറ്റി ആണെങ്കി അവിടെന്ന് കാറ് നിർത്താനായിട്ട് പറയുന്നുണ്ട്. പക്ഷെ അവിടെ ആ ഒരു വണ്ടി ഓടിച്ചിരുന്ന ഹസ്ബൻഡ് കാറ് നിർത്തുന്നില്ല. അതേസമയം മാറ്റി ആണെങ്കി ആ ഒരു സ്റ്റിയറിംഗ് വീല് പിടിച്ചിങ്ങനെ തിരിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും മാറ്റിക്ക് അത് പറ്റുന്നില്ല. പക്ഷെ അതിന്റെ പകരമാണെങ്കി നമ്മുടെ മാറ്റിയുടെ കൈ ചെന്നിട്ട് ആ ഒരു അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സ്ത്രീയുടെ വയറ്റിലേക്ക്, ആ പ്രഗ്നന്റ് ലേഡിയുടെ വയറ്റിലേക്ക് വന്ന് ആഞ്ഞിടിക്കുകയാണ്. അപ്പൊ ആ ഒരു അടി കൊണ്ടതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രഗ്നന്റ് ലേഡിക്കാണെങ്കി വയറ്റില് വേദന ഉണ്ടാവുകയും അവിടെ തന്നെ ആ ഒരു ഡെലിവറിയും കാര്യങ്ങളും നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു സീനാണെങ്കി പേഴ്സണലി നല്ല രീതിക്ക് എനിക്കൊരു ഗ്രൂസമായിട്ട് തോന്നിയിട്ടുള്ളൊരു സീനാണ്. ഭയങ്കര എന്താ പറയാ വിയേർഡും അഥവാ മോർ ലൈക്ക് എ ബ്രൂട്ടൽ സീൻ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന പോലത്തുള്ള ഒരു സീനാണ്. ഇവിടെ ഒരു ആർ റേറ്റഡ് സീൻ എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെ പ്രഗ്നൻസി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വെറും സാധാ ഒരു കൊച്ചല്ല. അതൊരു മ്യൂട്ടേറ്റഡ് മോൺസ്റ്റർ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഒരു മ്യൂട്ടേറ്റഡ് മോൺസ്റ്ററിന്റെ ഒരു ബേബി. അതിനാണെങ്കി ചിറകും ഉണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ആ ഒരു മോൺസ്റ്റർ ബേബി ആണെങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആ കാറിനകത്ത് തന്നെ പറന്ന് നടക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്താണെങ്കി നമ്മുടെ മാറ്റിയുടെ വായിലുണ്ടായിരുന്ന ഒരു സാധനമുണ്ട്. അതായത് ഒരു സ്പെസിഫയർ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അത് മാറ്റി ഇങ്ങനെ ഉറിഞ്ച് നടക്കുവായിരുന്നു. അപ്പൊ ആ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ ചില്ല് പൊട്ടി കാറിന്റെ ചില്ല് പൊട്ടി തെറിച്ച് പോയി ഒരു സെവറിന്റെ അകത്ത് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവിടാണ് അവര് ഇൻട്രോയും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ ആ ഒരു ഇറ്റ് ചാപ്റ്റർ 1 2ന്റെ അകത്ത് ഉണ്ടായിരുന്ന സെയിം രീതിയിലുള്ള ഇൻട്രോ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് ആ ടൈറ്റിൽ പ്ലേസ്മെന്റ്. അപ്പൊ അതിനുശേഷം പിന്നീട് നമുക്കൊരു 4 മാസത്തെ ടൈം ജമ്പാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഡെറിയുടെ ആ ഒരു എയർബേസില് 2 ക്യാപ്റ്റന്മാരെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അവരിവിടെ വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിന് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അത് തടയാനായിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവരിവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ കേർണലാണെങ്കി അവരെ അവിടെ വെൽക്കം ചെയ്യുകയും അതിന് ശേഷം ആ ഒരു പ്ലാനിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ ആ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണെങ്കില് ഓഷ്യന്റെ അടിയിലാണ് എന്നുള്ളൊരു കാര്യം അവിടെ കേണൽ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു ക്യാപ്റ്റന്റെ പേര് ക്യാപ്റ്റൻ ഹാൻലൻ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടാണെങ്കി നമ്മുടെ ക്യാപ്റ്റൻ ഹാൻലൻ ആണെങ്കില് നമ്മുടെ ഇറ്റ് മൂവിയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ നമ്മുടെ ഇറ്റ് മൂവിക്കകത്ത് ലൂസേഴ്സ് ക്ലബ്ബിലെ ഒരു അംഗമായിട്ടുള്ള മൈക്ക് ഹാൻലനെ എല്ലാവർക്കും അറിയാം. അപ്പൊ പുള്ളിക്കാരന്റെ ആ മൈക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ഗ്രാൻഡ് ഫാദർ ആണ് ഈ ക്യാപ്റ്റൻ ഹാൻലൻ എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മുടെ ക്യാപ്റ്റന്മാരാണെങ്കി അവിടെ ഒരു സീക്രട്ട് ബേസ് കണ്ടുപിടിക്കുകയാണ്. അഥവാ അവരെ ശ്രദ്ധിക്കുകയാണ്. അപ്പൊ അവിടെ നമ്മുടെ കേണൽ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. അവിടെ കുറച്ച് സീക്രട്ട് ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ അവിടെ അവരുടെ ആ ഒരു ജീപ്പ് ഓടിക്കുന്ന ഒരു ഡ്രൈവറിനെ അവിടെ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു പുള്ളിക്കാരന്റെ പേര് ഡിക്ക് ഹാലറൻ എന്ന് തന്നെയാണ്. അപ്പം ട്രൂ ഹൊറർ ഫാൻസിന് എന്തായാലും തന്നെ ഈ ഒരു പേര് കേട്ടപ്പോൾ ആളെ മനസ്സിലായി കാണും. അപ്പൊ ഈ ഒരു സെയിം ക്യാരക്ടർ നമ്മുടെ ദി ഷൈനിങ് മൂവിക്കകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് 2 സെയിം ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നുള്ളൊരു കാര്യം ഞാൻ ഇവിടെ പറയുകയാണ്. അപ്പൊ നമ്മുടെ ഡിക്ക് ഹാലറൻ ആണെങ്കി വെറും സാധാരണ ഒരു മനുഷ്യനല്ല. ഷൈനിങ് എന്ന് പറയുന്ന ആ ഒരു എബിലിറ്റി ഉള്ള ഒരാള് കൂടെയാണ് എന്നുള്ളൊരു കാര്യവും ഷൈനിങ് മൂവി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം ബേസിലാണെങ്കി കുറച്ച് വൈറ്റ് ഓഫീസേഴ്സ് ആണെങ്കി നമ്മുടെ ഹാൻലോന് കുറച്ച് റേസിസ്റ്റ് ജോക്സ് അതാ റേസിസ്റ്റ് ബിഹേവിയറും കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. അപ്പൊ അതിനുശേഷം കേണൽ വന്നിട്ട് അയാളെ വഴക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ ഹാൻലൻ അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ആ പുള്ളിക്കാരനാണെങ്കി കുറച്ച് നാള് ബേസിൽ താമസിക്കുക. അതിനുശേഷം പുള്ളിക്കാരന്റെ ഫാമിലിയൊക്കെ ഇങ്ങോട്ട് വരും എന്നുള്ളൊരു കാര്യം. അപ്പൊ അതിനുശേഷം നമുക്ക് ഡെറിയുടെ സ്കൂളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ലില്ലി എന്ന് പറയുന്ന ഒരു പെങ്കൊച്ച് സ്കൂളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ആ സ്കൂളിലുണ്ടായിരുന്ന കുറച്ച് ബുള്ളികളാണെങ്കില് ആ ഒരു ലില്ലിയുടെ ലോക്കറിന്റെ അകത്താണെങ്കി അച്ചാറിന്റെ ഒരു കുപ്പി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ലില്ലി ആ ലോക്കർ തുറന്നത് ആ അച്ചാറിന്റെ അച്ചാറിന്റെ കുപ്പി താഴെ വീണ് പൊട്ടുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ലില്ലിയുടെ ഒരു ഫ്രണ്ട് അവിടെ വരികയും അതിനുശേഷം ലില്ലി അവിടെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ആ സ്കൂളിൽ നമുക്കൊരു ടർട്ടിലിന്റെ ഒരു കോസ്പ്ലേയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ടർട്ടിലിന്റെ ഈ ഒരു റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഒട്ടനവധി സ്ഥലങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ഈ ഒരു ടർട്ടിലാണെങ്കി നമ്മുടെ പെന്നി വൈസിന്റെ ഒരു റൈവലാണ്. അഥവാ ഒരു ഒപ്പണന്റ് അഥവാ ഒരു ശത്രുവാണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു ടർട്ടിലാണെങ്കി ഈ ഒരു യൂണിവേഴ്സിനെ ഗാർഡ് ചെയ്യുന്ന ഒരു ബീയിങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ പെന്നി വൈസ് മൊത്തത്തിൽ ഭീതി പരത്തുന്ന ഒരു ക്യാരക്ടർ ആണെങ്കി അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഒരു ടർട്ടിൽ. അതായത് ഈ ടർട്ടിൽ നല്ല കാര്യങ്ങളും ചെയ്ത് കൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് ഫില്ലും അതുപോലെ തന്നെ ടെഡി എന്ന് പറയുന്ന 2 കുട്ടികളെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഫില്ലാണെങ്കി നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു എയർ ബേസിൽ ഒട്ടനവധി എയ്റോപ്ലെയിനും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം.
അപ്പോൾ ഫില്ലാണെങ്കിൽ അവിടെ ടെഡിയെടുത്ത് പറയുന്നുണ്ട് ഏതോ ഒരു ഏലിയൻ ഏതാണ്ട് വേറെ മാഴ്സിന്ന് ഏതാണ്ടൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ മൊത്തത്തിൽ ഡെറി മൊത്തത്തിൽ നശിപ്പിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ എയർ ബേസിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫിൽ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി പെന്നിവൈസ് ആണെങ്കിൽ ഒരു ഏലിയനാണ്, ഒരു കോസ്മിക് എൻറ്റിറ്റി ആണ് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ വെളിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഏലിയൻ ആണെന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. അതിനുശേഷം ഫില്ലും ടെഡിയും അവരുടെ വീട്ടിലെ ഒരു സീക്വൻസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഫില്ലാണെങ്കിൽ ജനലിൽ കൂടെ അവരുടെ നെയ്ബർ തുണി മാറുന്നത് ഒളിഞ്ഞു നോക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഫില്ലാണെങ്കിൽ അവിടെ ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ അതേസമയം ആ ഒരു ഫില്ലിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളും നശിപ്പിക്കാനായിട്ട് ആ നെയ്ബറിൻ്റെ പൂച്ച അവിടെ വരികയാണ്. അപ്പോൾ അവിടെ ടെഡിയാണെങ്കിൽ ഫില്ലിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നമ്മുടെ മാറ്റി പോയതിന് ശേഷം ഇപ്പം 4 മാസമായി അവൻ എന്ത് പറ്റി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടെഡി അവിടെ പറയുന്നത് അവൻ ഒന്നെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവൻ ഓടിപ്പോയതായിരിക്കും. അവൻ്റെ ബോഡി എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പോൾ അവൻ ഓടിപ്പോയത് തന്നെയായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ടെഡി അവിടെ പറയുന്നുണ്ട്. സോറി, ഫിൽ അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലില്ലിയാണ് കാണാൻ സാധിക്കുന്നത്. ലില്ലിയുടെ വീട്ടിലാണുള്ളത്. അപ്പോൾ അവിടെ ലില്ലിയാണെങ്കിൽ ഒരു ബ്രേസ്ലെറ്റ് നോക്കിയിട്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മുടെ മാറ്റിയും നമ്മുടെ ലില്ലിയും തമ്മിൽ കുറച്ച് ഫ്രണ്ട്ഷിപ്പ് പോലത്തെ സംഭവങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലി അവിടെ കുറച്ച് സാഡാണ്. അപ്പോൾ അവിടെ നമ്മുടെ ലില്ലിയാണെങ്കിൽ മാറ്റി ആയിട്ടുള്ള ഒരു മെമ്മറി ഇങ്ങനെ ആലോചിക്കുന്നതായിട്ടുള്ള സീക്വൻസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമ്മുടെ മാറ്റിയും ലില്ലിയാണെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ വ്യൂയിങ് ഡെക്കിലേക്ക് പോകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ഫില്ലും ടെഡി അതുപോലെ മാറ്റിയുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ഥലമാണെങ്കിൽ പബ്ലിക്കുകാർക്കൊന്നും വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. പക്ഷേ അവിടെ കെയർ ടേക്കർ ഒന്നും വരത്തില്ല. അതുകൊണ്ട് തന്നെ അവർ 3 പേരും അവരുടെ ഒരു സീക്രട്ട് പ്ലേസ് ആക്കി മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഗിഫ്റ്റായിട്ട് നമ്മുടെ ലില്ലിക്കാണെങ്കിൽ ഒരു പ്ലെയിൻ കിട്ടുന്നുണ്ട്. അതായത് ഒരു റോക്കറ്റ് കിട്ടുന്നുണ്ട്. അതേസമയം നമ്മുടെ മാറ്റിക്കാണെങ്കിൽ ഒരു ടർട്ടിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലില്ലിക്കാണെങ്കിൽ എപ്പോഴും ആ റോക്കറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലിക്ക് ആ റോക്കറ്റ് ഇപ്പം വെറുത്തു പോയി. അപ്പോൾ അതിനുശേഷം നമ്മുടെ മാറ്റിയാണെങ്കിൽ ആ ഒരു ടർട്ടിൽ നമ്മുടെ ലില്ലിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാറ്റി കൊടുത്ത ആ ഒരു ടർട്ടിലാണെങ്കിൽ നമ്മുടെ ലില്ലിയുടെ ബ്രേസ്ലെറ്റിലും ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ആ ഒരു നൈറ്റ് ആണെങ്കിൽ 31 ഡിസംബർ 1961 ആണ് എന്നുള്ളൊരു കാര്യം നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അവിടെ കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മാറ്റിയാണെങ്കിൽ ലില്ലിക്ക് ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലില്ലിയുടെ ഫാദർ ആണെങ്കിൽ അവിടെ നേരത്തെ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മുടെ മാറ്റി ആണെങ്കിൽ ലില്ലിയോട് ചോദിക്കുന്നുണ്ട് നിൻ്റെ അച്ഛൻ എന്താ പറ്റിയെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമ്മുടെ ലില്ലിയുടെ അച്ഛൻ എങ്ങനെ മരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലില്ലിയുടെ അച്ഛനാണെങ്കിൽ ആക്ച്വലി ഒരു പിക്കിൾ ഫാക്ടറിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസം ലില്ലിയുടെ അച്ഛനെ കാണാനായിട്ട് നമ്മുടെ ലില്ലി അതുപോലെ തന്നെ ലില്ലിയുടെ അമ്മയും ആ ഫാക്ടറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ലില്ലിയുടെ എന്തോ ടോയോ ഏതാണ്ടോ ആ ഒരു ഫാക്ടറിക്ക് അകത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതേസമയം നമ്മുടെ ലില്ലിയുടെ അച്ഛനാണെങ്കിൽ ആ ടോയ് എടുക്കാനായിട്ട് തിരിച്ച് ഫാക്ടറിയുടെ അകത്തേക്ക് പോവുകയും അതേസമയം അവിടെ ഏതോ ഒരു മെഷീൻ ഓൺ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെഷീനാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ലില്ലിയുടെ ഫാദർ ശ്രമിക്കുകയും അതേസമയം അത് സ്റ്റോപ്പ് ആവാതെ എന്തോ മാൽഫങ്ഷനോ കാര്യങ്ങളോ ഏതാണ്ട് വരികയും അതിനുശേഷം നമ്മുടെ ലില്ലിയുടെ അച്ഛനാണെങ്കിൽ ആക്സിഡൻ്റലി അതിൻ്റെ അകത്ത് പെട്ടുപോവുകയും അങ്ങനെയാണ് ആ ഒരു മെഷീൻ്റെ അകത്ത് പെട്ട് നമ്മുടെ ലില്ലിയുടെ അച്ഛൻ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ലില്ലിക്കാണെങ്കിൽ അതിൻ്റെ ട്രോമയും കാര്യങ്ങളും നല്ല രീതിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ലില്ലിയാണെങ്കിൽ ലില്ലിയുടെ ഫാദറിൻ്റെ ഗ്രേവ് കാണാനായിട്ട് ഒരു വർഷമായിട്ട് ഇന്നേ വരെ പോയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ മാറ്റിയാണെങ്കിൽ അവിടെ ലില്ലിക്ക് ഹാപ്പി ന്യൂ ഇയർ വിഷൊക്കെ കൊടുക്കുകയും അതിനുശേഷം നമ്മുടെ മാറ്റിയാണെങ്കിൽ അവിടെ പതിയെ നമ്മുടെ ലില്ലിയെ കിസ് ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലിയാണെങ്കിൽ പെട്ടെന്ന് അവിടെ ഒരു നെർവസ് ആയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ ഒന്ന് ബാക്ക് ഓഫ് ആവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം തന്നെ നമ്മുടെ മാറ്റിക്ക് കുറച്ച് ഹേർട്ട് ആവുകയും കുറച്ച് എംബാരസ്മെൻ്റ് ആവുകയും അതിനുശേഷം നമ്മുടെ മാറ്റി അവിടെ നിന്ന് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാറ്റിയാണെങ്കിൽ ലില്ലിക്ക് മാറ്റിനെ ഇഷ്ടമാണ് എന്നുള്ള ഒരു കാര്യം വിചാരിച്ചുകൊണ്ടാണ് കിസ് ചെയ്യാനായിട്ട് പോയത്. അതിന് ശേഷമാണ് നമ്മുടെ മാറ്റിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു ഇഷ്ടം നമ്മുടെ ലില്ലിക്കില്ല. ജസ്റ്റ് ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ മാറ്റീനെ കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ മാറ്റി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ പ്രസൻറ്റിൽ നമ്മുടെ ലില്ലി ആണെങ്കിൽ ബാത്റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ലില്ലിക്കാണെങ്കിൽ ആ ഒരു ബാത്റൂമിൻ്റെ സിങ്കിൻ്റെ അകത്ത് നിന്ന് ഒരു പാട്ട് പാടുന്ന ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുകയാണ്. ആ ശബ്ദം മറ്റാരുടെയും തന്നെയല്ല, മാറ്റിയുടെ ശബ്ദമായിരുന്നു. അപ്പോൾ ആക്ച്വലി ആ പാട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മ്യൂസിക് മാൻ എന്ന് പറയുന്ന ആ ഒരു പടത്തിൻ്റെ അകത്തുണ്ടായിരുന്ന ആ ഒരു പാട്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയായിരുന്നു നമ്മുടെ മാറ്റി ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലില്ലി അവിടെ മാറ്റിയുടെ അടുത്ത് സംസാരിക്കാൻ നോക്കുന്നുണ്ട്. ലില്ലി ചോദിക്കുകയാണ് മാറ്റി ഇത് നീയാണോ? നീയാണെങ്കിൽ പുറത്തേക്ക് വാ എന്നുള്ള കാര്യങ്ങളൊക്കെ ലില്ലി അവിടെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി പറയുന്നത് ഇത് ഞാനാണ്, എന്നെ അവൻ ഇവിടുന്ന് പോകാനായിട്ട് സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞതിന് ശേഷം 2 വിരലുകൾ ആ സിങ്കിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് വരികയാണ്. ആ വിരലാണെങ്കിൽ മൊത്തത്തിൽ ചോര കൊണ്ട് കുളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം ആ വിരൽ തിരിച്ച് പോകുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിൽ ചെന്നതിന് ശേഷം നമ്മുടെ ലില്ലി ആണെങ്കിൽ ലില്ലിയുടെ ഫ്രണ്ടായിട്ടുള്ള മാഷിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോൾ ലില്ലിയുടെ ഫ്രണ്ട് അവിടെ പറയുന്നുണ്ട് നീ ഈ കാര്യങ്ങൾ വേറെ ആർക്കും പറയണ്ട, എല്ലാവരും നീ ക്രേസി ആണെന്ന് വിചാരിക്കുക എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്.
അപ്പൊ അതേസമയം നമ്മുടെ ലില്ലി ആണെങ്കി അവിടെ തെറ്റിദ്ധരിക്കുകയാണ്. അതായത് മാർഷാണെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാ, മാർഷിനെയും കൂടെ ആൾക്കാര് ക്രേസി എന്ന് വിളിക്കും എന്നുള്ള ഒരു കാര്യം മറച്ചു വെക്കാനായിട്ട്. അതങ്ങനെ ഒരു കാര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മാർഷ് അവിടെ അങ്ങനെ പറയുന്നുള്ള ഒരു കാര്യം നമ്മുടെ ലില്ലി തെറ്റിദ്ധരിക്കുകയാണ്. അപ്പൊ ആ കാര്യങ്ങൾ ലില്ലി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ മാർഷിനെ അവിടെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർഷ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഫില്ലും ടെഡിയും കൂടെ ആ ഒരു സീക്രട്ട് പ്ലേസിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ ആണെങ്കി അവർക്ക് ആ ഒരു സീക്രട്ട് പ്ലേസിന് മുമ്പില് ബെഞ്ചില് നമ്മുടെ ലില്ലി ഇരിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ ലില്ലി ആണെങ്കി ആ ഒരു സിങ്കില് ആ ഒരു വിരല് കണ്ടതും അതുപോലെ തന്നെ മാറ്റിയുടെ സൗണ്ട് കേട്ടതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഫില്ലിനോടും ടെഡിയോടും പറയുന്നുണ്ട്. അപ്പൊ ഫിൽ അവിടെ പറയുന്നുണ്ട് ഇതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത്? ഇത്ര 1000ഓളം ഡ്രെയിനേജ് പൈപ്സ് ഉള്ളതിൽ നിന്നും കറക്റ്റ് ലില്ലിയുടെ പൈപ്പ് എങ്ങനെ അവൻ കണ്ടുപിടിച്ചത്? അവൻ ഇത്രയും നാൾ ജീവനോടെ ആ പൈപ്പിൻ്റെയൊക്കെ അടിയിൽ എങ്ങനെയാണ് ആ ഡ്രെയിനേജിന്റെ അടിയിൽ എങ്ങനെയാണ് അവൻ ജീവനോടെ ഇരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ ഫില്ല്, ടെഡി അത് ഏകദേശം വിശ്വസിക്കാതിരിക്കുകയാണ്. പക്ഷെ അതേസമയം അവിടെ ടെഡി ഫില്ലിന്റെ അടുത്ത് പറയുന്നുണ്ട് ഏലിയൻസ് യഥാർത്ഥത്തിൽ ഉണ്ടെങ്കിൽ ഇതെന്താ നടക്കാൻ ചാൻസ് ഇല്ലാത്ത എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഫില്ലിനോട് ടെഡിയും ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവര് ഈ പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ ലില്ലിക്കാണെങ്കിൽ അവിടെ കുറച്ച് വിഷമമാവുകയും അതിന് ശേഷം ലില്ലി അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനുശേഷം നമുക്ക് ടെഡിയുടെ വീടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ടെഡി ആണെങ്കിൽ ഫാമിലി ആയിട്ട് ഡിന്നർ കഴിക്കുകയാണ്. അപ്പൊ ആ ഒരു സമയം നമ്മൾ ടെഡി ആണെങ്കിൽ ടെഡിയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ ഏതെങ്കിലും ഒരാൾ നമ്മുടെ ഒരു കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തിട്ട് സുവറിന്റെ അടിയിൽ കൊണ്ടുപോയിട്ട് ഇതേപോലെ കിഡ്നാപ്പ് ചെയ്ത് 4 മാസത്തേക്ക് വെച്ചേക്കാനായിട്ട് എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ അതിന് മറുപടിയായിട്ട് ടെഡിയുടെ അച്ഛൻ അവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസാണ്. നമ്മൾ ഒത്തിരി ഒത്തിരി ബ്രൂട്ടലായിട്ടുള്ള സ്ട്രഗിൾസും കാര്യങ്ങളും നേരിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ജ്യൂസ് ആൾക്കാര് ആണെങ്കിൽ അവരുടെ തൊലിയും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ട് ലാമ്പിന്റെ ഷെയ്ഡായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അതായത് ലാമ്പ് ഷെയ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാമ്പിന്റെ പുറത്തിങ്ങനെ ഇടുന്നതായിട്ടുള്ള തുണി ഉണ്ടല്ലോ. അപ്പോൾ അത് ഈ ഒരു ജ്യൂസിന്റെ തൊലി വെട്ടിയിട്ട് ആ ഒരു ലാമ്പ് ഷെയ്ഡായിട്ട് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ടെഡിയുടെ ഫാദർ അവിടെ പറയുന്നത്. ടെഡിയുടെ അച്ഛൻ അവിടെ പറയുന്നുണ്ട് ഞാൻ റിയൽ ഹൊറർ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. അപ്പോൾ നീ ഈ ഫാന്റസിയും കാര്യങ്ങളൊക്കെ വിട്ടിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ ടെഡി എടുത്ത് പറയുകയാണ്. അപ്പൊ അതിനുശേഷം ടെഡി ആണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് ഡിറ്റക്റ്റീവ് കോമിക്സ് വായിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഡിറ്റക്റ്റീവ് കോമിക്സ് എന്ന് പറയുന്ന ഒരു കോമിക്സിന് ഇപ്പം പ്രസന്റ് ടൈമിൽ അറിയപ്പെടുന്നത് DC കോമിക്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ടെഡിയുടെ റൂമിലുണ്ടായിരുന്ന ആ ഒരു ലൈറ്റ് അഥവാ ആ ഒരു ലാമ്പ് ആണെങ്കിൽ തനിയെ അണഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ ഒരു ലാമ്പിന്റെ ലൈറ്റ് കത്തുകയും അവിടെ പെട്ടെന്ന് ആ ഒരു ലാമ്പിന്റെ പുറത്തായിട്ട് ഇങ്ങനെ സ്കിൻ ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് തന്നെയായിരുന്നു ആക്ച്വലി നമ്മുടെ ടെഡിയുടെ ഫാദർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെഡി അത് കണ്ട് പേടിച്ച് ഇങ്ങനെ തെറിച്ച് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവിടേക്ക് ആ ഒരു റൂമിലേക്ക് നമ്മുടെ ടെഡിയുടെ ബ്രദർ വരികയും അതിനുശേഷം ടെഡിയുടെ ബ്രദർ ടെഡിയുടെ ചോദിക്കുകയാണ് നീ ശരിക്കും എൻ്റെ അനിയൻ തന്നെയാണോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ അടുത്ത ദിവസമാണെങ്കിൽ നമ്മുടെ ടെഡി ഈ കാര്യങ്ങൾ ഫില്ലും അതുപോലെ തന്നെ ലില്ലി അടുത്തും പറയുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഫില്ലിനാണെങ്കിൽ ഇവിടെ ടെഡി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിശ്വാസം വരികയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലിന് നമ്മുടെ ടെഡീനെ ചെറുപ്പം മുതലേ അറിയാം. അപ്പോൾ അവർക്ക് 3 പേർക്കും ആണെങ്കിൽ ഈ കാര്യങ്ങൾ മറ്റൊരാളുടെ അടുത്ത് പറയണമെന്നുണ്ട്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തന്നെ വിശ്വസിക്കത്തില്ല എന്നുള്ളൊരു കാര്യം അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ മറ്റാരുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറയാനായിട്ട് പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാണ് നടക്കുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ അവർ സ്വന്തമായിട്ട് തന്നെ അന്വേഷിക്കാനായിട്ട് അവർ പുറപ്പെടുകയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് തന്നെ അവർ ഒരു ലൈബ്രറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് മറ്റൊരു ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് മറ്റാരും തന്നെയല്ല നമ്മുടെ ഫില്ലിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള സൂസി. അപ്പോൾ അവിടെ ആണെങ്കിൽ അവരൊരു ന്യൂസ് റിപ്പോർട്ട് വായിക്കുകയാണ്. അതുപോലെ പേപ്പർ കട്ടിങ് വായിക്കുകയാണ്. അതിലാണെങ്കിൽ നമ്മുടെ ആ ഒരു മാറ്റിയുടെ മിസ്സിങ്ങിനെ പറ്റിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ പോലീസുകാർക്ക് ആദ്യം നമ്മുടെ മാറ്റിയുടെ റിലേറ്റീവോ അതുപോലെ തന്നെ മാറ്റിയുടെ അച്ഛനോ ആണ് മാറ്റീനെ കൊന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എവിഡൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ മാറ്റി മരിക്കുന്നതിന് മുന്നേ തന്നെ തിയേറ്ററിലുണ്ടായിരുന്ന റോണി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളൊരു കാര്യം ആ ന്യൂസ് പേപ്പർ കട്ടിങ്ങിൽ അവർ വായിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം അവരെല്ലാവരും കൂടെ നമ്മുടെ റോണിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ റോണിയാണെങ്കിൽ അവരെല്ലാവരോടത്തും ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ ഇതിന് മുന്നേ ഒട്ടനവധി തവണ നമ്മുടെ റോണീനെ ക്വസ്റ്റ്യൻ ചെയ്യുകയും അതുപോലെ തന്നെ റോണിയുടെ അച്ഛനെ ഈ ഒരു കേസിൽ ഫ്രെയിം ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം അവരവിടെ നിന്ന് പോകുന്ന ആ ഒരു ടൈമിൽ ആ ഒരു സുവറിൽ നിന്ന് അഥവാ ആ ഒരു പൈപ്പിൽ നിന്ന് അവർക്ക് ആ ഒരു കേട്ട ശബ്ദവും വിരലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവരവിടെ പറയുകയാണ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ റോണി അവിടെ കേൾക്കുകയാണ്. അപ്പോൾ റോണി അവരുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ് ഞാനും കേട്ടിട്ടുണ്ട് ഈ കുട്ടികൾ കരയുന്ന ശബ്ദം അതുപോലെ തന്നെ പാട്ട് പാടുന്ന ശബ്ദവും കാര്യങ്ങളൊക്കെ ആ ഒരു തിയേറ്ററിൻ്റെ ബേസ്മെൻറ്റിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ റോണി അവരുടെ അടുത്ത് പറയുകയാണ്. അതിനുശേഷം നമുക്ക് ചീഫ് ആനലിനെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ അവിടെ ഉറങ്ങാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ തന്നെ പുള്ളിക്കാരൻ പുള്ളിയുടെ ആ ഒരു വൈഫിൻ്റെയും മോൻ്റെയും ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ചീഫ് ആണെങ്കിൽ അവിടെ ഒരു പേപ്പർ വായിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോൾ ബനിയൻ്റെ ഒരു സ്റ്റാച്ചു ആണെങ്കിൽ നമ്മുടെ ഡെറിയിൽ ഉണ്ടാക്കാനായിട്ട് പോകുന്നു എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പോൾ ആക്ച്വലി ഇതൊരു ഈസ്റ്റർ എഗ് ആണ്. നമ്മുടെ ഫസ്റ്റ് മൂവിക്കകത്താണെങ്കിൽ
നമ്മുടെ പെന്നിവൈസ് ആണെങ്കിൽ ഈ ഒരു പോൾ ബനിയൻ്റെ ആ ഒരു സെയിം സ്റ്റാച്ചു ആണെങ്കിൽ പൊസസ് ചെയ്തിട്ട് നമ്മുടെ ലൂസേഴ്സ് ക്ലബ്ബിൻ്റെ അംഗമായിട്ടുള്ള റിച്ചിനെ പേടിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹാൻലോൺ ഉറങ്ങാൻ കിടക്കുന്ന ആ ഒരു സമയത്തേക്ക് 3 മാസ്ക് ഇട്ടിട്ടുള്ള ആൾക്കാർ അവിടേക്ക് വരികയാണ്. അതിനുശേഷം സീക്രട്ട് ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിൻ്റെ ആ ഒരു മാപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് അവിടെ ചോദിക്കുകയാണ്, ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഹാൻലോൺ അവിടെ പറയുകയാണ്, ഈ ഒരു ഇൻഫർമേഷൻ ക്ലാസിഫൈഡ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ കൊന്നോ എന്നുള്ള ഒരു കാര്യങ്ങൾ അവിടെ ഹാൻലോൺ പറയുകയാണ്. അപ്പോൾ അതിനുശേഷം മാസ്ക് ഇട്ട ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മുടെ ഹാൻഡലിനെ അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ആ ഒരു ചീഫ് ഹാൻഡലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ ചീഫ് ആ റൂമിലേക്ക് വരികയും അതിനുശേഷം ആ ഒരു മാസ്ക് ഇട്ടിട്ടുള്ള ആൾക്കാരെയൊക്കെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ ഹാൻഡലിനെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മറ്റൊരാൾ വന്നതുകൊണ്ട് തന്നെ അവിടെ മാസ്ക് ഇട്ടിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മാസ്ക് ഇട്ട ആൾക്കാരെ അവിടെ അയച്ചിട്ടുള്ളത് മറ്റാരും തന്നെയല്ല, നമ്മുടെ കേണൽ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ നമ്മുടെ ചീഫ് ഹാൻഡലിനാണെങ്കിൽ ഈ ഒരു ക്ലാസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും കേണൽ അങ്ങനത്തെ ഒരു കാര്യം അവിടെ ചെയ്തിട്ടുള്ളത്. ലില്ലിനെ, സൂസിനെയും, ടെഡീനെ, ഫില്ല്, അതുപോലെ തന്നെ റോണിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ആണെങ്കിൽ ആ ഒരു തിയേറ്ററിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റോണിയാണ് അവരെല്ലാവരെയും അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവരാണെങ്കിൽ ആ ഒരു മ്യൂസിക് മാൻ എന്ന് പറയുന്ന ഒരു സിനിമ കാണാനായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ഒരു പടമാണ് നമ്മുടെ മാറ്റി ലാസ്റ്റായിട്ട് കണ്ടതും. അപ്പോൾ അവർ ആ ഒരു പടം കാണാൻ വന്നിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാറ്റി ആ ഒരു മൂവിയിലെ പാട്ടായിരുന്നു അവിടെ പാടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ റോണിയാണെങ്കിൽ പ്രൊജക്ഷൻ റൂമിലേക്ക് പോയതിന് ശേഷം അവിടെ നിന്ന് ആ ഒരു മൂവി സ്റ്റാർട്ടാക്കുകയാണ്. അപ്പോൾ മൂവി സ്റ്റാർട്ടായതിന് ശേഷം അവർക്ക് അവിടെ മാറ്റീനെ, അതുപോലെ തന്നെ ആ മാറ്റി കയറിയിട്ടുണ്ടായിരുന്ന ആ കാറിൻ്റെ അകത്ത് ആ ഒരു ഫാമിലീനെ അവരവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ മാറ്റിയുടെ കയ്യിലാണെങ്കിൽ ഒരു കൈക്കുഞ്ഞുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ മാറ്റി ആണെങ്കിൽ അവരുടെ അടുത്ത് അവിടെ സംസാരിക്കുന്നുണ്ട്. മാറ്റി അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് എനിക്ക് ഈ സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അങ്ങനത്തുള്ള കാര്യങ്ങൾ മാറ്റി പറയുക. അതിന് ശേഷം ഒരു ഈവിൽ ആയിട്ടുള്ള ഒരു ചിരി അവിടെ നമ്മുടെ മാറ്റി ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരി നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും അത് മറ്റാരുടെയും തന്നെയല്ല, പെന്നിവൈസിൻ്റെ ആണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ മാറ്റിയുടെ കയ്യിലുള്ള ആ ഒരു ബേബീനെ ആണെങ്കിൽ മാറ്റി ഇങ്ങനെ പെട്ടെന്ന് കയ്യിൽ നിന്ന് വിടുകയാണ്. അപ്പോൾ ആ ഒരു മാറ്റിയുടെ കയ്യിലുണ്ടായിരുന്ന ബേബി പെട്ടെന്ന് സ്ക്രീൻ പൊളിച്ച് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ആ ഒരു ബേബി മറ്റാരും തന്നെയല്ല, നമ്മുടെ സീരീസിൻ്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ഒരു മോൺസ്റ്റർ ബേബി തന്നെയാണ്. അപ്പോൾ ആ ഒരു മോൺസ്റ്റർ പുറത്തേക്ക് വന്നതിന് ശേഷം ഇവരുടെ എല്ലാവരുടെയും നേരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ആ ഒരു മോൺസ്റ്റർ ആണെങ്കിൽ ഫില്ലിനെയും ടെഡിയെയും പിടിച്ച് ആകാശത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം അവരെ രണ്ടുപേരെയാണെങ്കിൽ വലിച്ച് കീറി കൊന്നു കളയുകയാണ്. അപ്പോൾ പ്രൊജക്ടർ റൂമിലിരുന്ന് റോണി ആണെങ്കിൽ ഇതെല്ലാം കണ്ട് നല്ല രീതിക്ക് പേടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലില്ലി ആണെങ്കിൽ അവിടെ തിയേറ്ററിൽ ഉണ്ടായിരുന്ന ഒരു കസേരയുടെ അടി കയറി ഒളിച്ചിരിക്കുകയും അതിനുശേഷം ലില്ലി ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ലില്ലിക്കാണെങ്കിൽ അവിടെ നമ്മുടെ സൂസിനെ കണ്ടുപിടിക്കാനായിട്ടും പറ്റുന്നുണ്ട്. സൂസിയുടെ കൈ പിടിക്കാനായിട്ട് നമ്മുടെ ലില്ലി കൈ നീട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം തന്നെ നമ്മുടെ മോൺസ്റ്റർ വന്നിട്ട് നമ്മുടെ സൂസിനെ അവിടെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെന്നിവൈസ് ആണെങ്കിൽ അവിടെ പെന്നിവൈസിൻ്റെ ശക്തി ഉപയോഗിച്ച് നമ്മുടെ റോണീനെ ആണെങ്കിൽ ആ ഒരു പ്രൊജക്ടർ റൂമിൽ ലോക്ക് ആക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം നമ്മുടെ റോണി ആണെങ്കിൽ എങ്ങനെയാണ്ടൊക്കെ ആ ഒരു പൂട്ട് പൊളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം റോണി പോയിട്ട് നമ്മുടെ ലില്ലിനെ ആണെങ്കിൽ അവിടെ ആ മൂവി റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ലില്ലി ആണെങ്കിൽ റോണിയുടെ അടുത്ത് പറയുന്നുണ്ട്, ആ മോൺസ്റ്റർ എല്ലാവരും കൊന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ. അപ്പോൾ റോണി ലില്ലിയുടെ അടുത്ത് ചോദിക്കുന്നു, ആരാണ് കൊന്നത് എന്ന് നിനക്ക് അറിയാമോ എന്നുള്ളൊരു കാര്യങ്ങൾ, നീ എന്താണ് ഈ പറയുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയം തന്നെ ലില്ലിയുടെ കയ്യിലേക്ക് നോക്കുകയാണ്. അപ്പോൾ അവിടെ ലില്ലിക്ക് കാണാൻ പറ്റുന്നത് സൂസിയുടെ കൈയുടെ ബാക്കി പകുതിയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ലില്ലി അവിടെ നല്ല രീതിക്ക് പേടിച്ച് അലറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതോടുകൂടിയാണ് ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ആവുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റും. എപ്പിസോഡ് 1 അങ്ങനെ എൻഡ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു, വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പെട്ടെന്നൊന്ന് പറയാം. അപ്പോൾ ടെഡിയുടെ സർനെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെഡി ഊറിസ് എന്ന് തന്നെയാണ്. അപ്പോൾ ടെഡി ആണെങ്കിൽ അതുകൊണ്ട് തന്നെ അവിടെ ഒരു ജൂ ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇറ്റ് മൂവിയിലാണെങ്കിൽ നമ്മുടെ ലൂസേഴ്സ് ക്ലബിൻ്റെ ഒരു അംഗമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സ്റ്റാൻലി. അപ്പോൾ സ്റ്റാൻലിയുടെ സർനെയിം നോക്കുകയാണെങ്കിൽ അതും ഊറിസ് ആണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ടെഡിക്കാണെങ്കിൽ അവിടെ ഒരു ബിഗ് ബ്രദർ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ആ ഒരു ബിഗ് ബ്രദർ ഫ്യൂച്ചറിലേക്ക് പോകുമ്പം നമ്മൾ സ്റ്റാൻലിയുടെ ഫാദർ ആവാനായിട്ടാണ് ചാൻസ് കൂടുതൽ എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഫസ്റ്റ് എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പേഴ്സണലി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈസ്റ്റർ എഗ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ തന്നെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.